ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന വിചിന്തനത്തിനായിട്ട് സഭ നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങളാണ്. നമ്മൾ വായിച്ച് ഒത്തിരിയേറെ വിചിന്തനം നടത്തിയിട്ടുള്ള ഒരു വചനഭാഗമാണ് ധനവാനും ലാസറും. ചിലപ്പോഴെങ്കിലും നമ്മൾ പറയാറുണ്ട്, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുമ്പോൾ റിപ്പീറ്റഡ് ചെയ്ത കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ നന്മ നഷ്ടപ്പെടാനായിട്ട് ഒരുപക്ഷെ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമുക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ വിചിന്തനം നടത്തി നമ്മൾ കുഞ്ഞുനാളിലെ കേട്ട് വളർന്ന ഒരു വചനഭാഗമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ആശയത്തെ നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. ഞാനിങ്ങനെ ഈ വചനത്തെക്കുറിച്ച് ചിന്തിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന നമ്മളുടെ വേദോപദേശ സംഗ്രഹത്തിലെ ഒരു ചോദ്യമാണ് മനസ്സിലേക്ക് കടന്നു വന്നത്. മനുഷ്യൻ്റെ അന്ത്യങ്ങൾ എന്ന് പറഞ്ഞ് 4 കാര്യങ്ങളെയാണ് ഉൾച്ചേർത്തിട്ടുള്ളത്: മരണം, വിധി, സ്വർഗം, നരകം. ഒരുപക്ഷെ കത്തോലിക്ക സഭയുടെ അടിസ്ഥാനപരമായ തത്വങ്ങളാണ്. ഒരു ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ചെന്നെത്തേണ്ട ചില കാര്യങ്ങൾ. അവൻ്റെ മരണമുണ്ടാകും, മരണത്തിന് ശേഷം വിധിയുണ്ടാകും, വിധിയുടെ ഫലമായിട്ട് ഒരുപക്ഷെ നരകമോ അല്ലെങ്കിൽ സ്വർഗമോ ഒരുവന് കിട്ടാം എന്നാണ് സഭ പഠിപ്പിക്കുക. പ്രിയമുള്ള, ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ് ഈ ധനവാനും ലാസറും എന്ന ഉപമ എന്നുള്ളത്. മനുഷ്യൻ്റെ ജീവിത കാലഘട്ടത്തിൽ അവൻ എപ്രകാരമാണോ ജീവിക്കുന്നത് അതനുസരിച്ചായിരിക്കും അവൻ്റെ മരണത്തിന് ശേഷം വിധി ഉണ്ടാവുകയും വിധി അവനെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശുദ്ധമായൊരു ജീവിതം നയിക്കണം, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ജീവിതം നയിക്കണമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വചനവുമായി ബന്ധപ്പെട്ട് 2 ആശയങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ ആശയം എന്നുള്ളത് മറ്റുള്ളവരെ കരുതുന്ന ഒരു മനുഷ്യനായിട്ട് തീരുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ കരുതുന്ന, മറ്റുള്ളവരെ കേൾക്കുന്ന, മറ്റുള്ളവരെ കാണുന്ന ഒരു വ്യക്തിയായിട്ട് തീരാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ കേൾക്കാനും കാണാനും സാധിക്കാതെ പോവുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ, ധനവാന്റെ വീടിൻ്റെ മുൻവശത്ത് കിടന്ന രോഗിയായ ഒരു മനുഷ്യനെ കാണാനായിട്ട് സാധിച്ചില്ല. തിരക്കുകളായിരിക്കാം, സുഖസൗകര്യങ്ങളായിരിക്കാം, നമ്മുടേതെന്ന ഒരു ചുരുങ്ങിയ ഒരു ലോകത്തിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള, എന്തിനേറെ നമ്മുടെ കൂടെ താമസിക്കുന്ന വ്യക്തികളെ പോലും കാണാനും കേൾക്കാനും സമയം ലഭിക്കാതെ നമ്മുടെ സുഖസൗകര്യങ്ങളിൽ മാത്രം ഒതുങ്ങിത്തീരുന്ന മനുഷ്യരായിട്ട് നമ്മൾ തീരുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ സാധ്യതകൾ ഏറെയാണ്. ഒരു കുടുംബത്തിൽ താമസിക്കുമ്പോഴും ഒരു മുറിയിൽ നിന്ന് പുറത്തിറങ്ങാത്ത കുട്ടികളുടെയും മാതാപിതാക്കളുടെയും എണ്ണമൊക്കെ വർദ്ധിക്കുകയാണ്. ഒരേ ഫ്ലാറ്റിൽ താമസിക്കുമ്പോഴും തൊട്ട് അടുത്തുള്ള ഫ്ലാറ്റിൽ ജീവിക്കുന്ന വ്യക്തി മരിച്ചതെന്ന് പോലും അനേക നാളുകൾക്ക് ശേഷം തിരിച്ചറിയുന്ന ഒരു സമൂഹമായി നമ്മുടെ കുടുംബം രൂപപ്പെടുമ്പോൾ, നമ്മുടെ സമൂഹം രൂപപ്പെടുമ്പോൾ അവിടെ ഈശോയുടെ സുവിശേഷം നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: നിന്റെ സഹോദരനെ കുറിച്ച് നീ കരുതുന്നുണ്ട് എന്നുള്ളത്. ആബേലിൻ്റെയും കായേൻ്റെയും ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കായേനിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിന്റെ സഹോദരൻ എവിടെ? മരണാനന്തര ജീവിതത്തിന് ശേഷം പിതാവായ ദൈവം ഈ ധനവാനോട് ചോദിച്ച ചോദ്യം ഒരു തരത്തിൽ അതുതന്നെയാണ്: നിന്റെ സഹോദരനെ നീ കണ്ടോ എന്നുള്ളത്. പ്രിയമുള്ളവരെ, സഹോദരനെ കാണുന്നവനും സഹായിക്കുന്നവരുമാകെ തീരാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ സംതൃപ്തിയും നമ്മുടെ സന്തോഷവും നമ്മുടെ പട്ടുവസ്ത്രങ്ങളും നമ്മുടെ നല്ല ഭക്ഷണമൊക്കെ മാത്രം ചിന്തിക്കാതെ എൻ്റെ അയൽക്കാരൻ ഭക്ഷിക്കുന്നുണ്ടോ, എൻ്റെ അയൽക്കാരൻ ഉടുക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു വിശാലമായ ചിന്തയിലേക്ക് വളരണമെന്ന് ഇന്നത്തെ ഈ ഒരു വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മുടെ സന്തോഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എന്നെ ചുറ്റിലുമുള്ളവരുടെ ജീവിതം സന്തോഷമാണോ എന്ന് ഒന്ന് ചിന്തിക്കാനും അവരെ സഹായിക്കാനും നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതായി നമ്മൾ കാണുന്നത്, ധനവാന്റെ ഭവനത്തിൽ നിന്ന്, മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ കൊണ്ട് ജീവിതം സംതൃപ്തമാക്കാനായിട്ട് ആഗ്രഹിച്ച ലാസറിനെ കുറിച്ചാണ്. വലിയ ആകുലതകളും വലിയ ആവശ്യങ്ങളുമില്ലാതെ ഏറ്റവും നിസ്സാരമായതുകൊണ്ട് ജീവിതത്തെ സംതൃപ്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ ലാസറിൽ കാണുന്നു. ദൈവാശ്രയ ബോധത്തിൻ്റെ മറ്റൊരു തലമാണല്ലോ സംതൃപ്തമാകുക, ഉള്ളതുകൊണ്ട് സംതൃപ്തമായി ജീവിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. നമുക്ക് സാധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് ഒരുപക്ഷെ നിഷേധിക്കപ്പെടുന്നതിലും സംതൃപ്തമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. രോഗങ്ങളും വ്യാധികളും കഷ്ടാനുഭവങ്ങളും പട്ടിണിയും പരിവട്ടവുമാണെങ്കിലും അതിലെല്ലാം ഒരു ദൈവികമായ പദ്ധതികൾ കണ്ടുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് സംതൃപ്തമായി ജീവിക്കാനും കഴിയുക എന്നുള്ളത് ഒരു ദൈവികമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് സംതൃപ്തരാകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ?
ഒരു പക്ഷേ എത്ര ലഭിച്ചാലും നമ്മൾ പരാതി പറയുന്ന, ഇനിയും വേണമെന്ന് ആഗ്രഹിക്കുന്നവരായി നമ്മുടെ ആവശ്യങ്ങളുടെ നീണ്ട നിര നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ലാസർ പറയുന്നു, നമുക്ക് നൽകപ്പെട്ടത് കൊണ്ട് സംതൃപ്തമായി ജീവിക്കാൻ സാധിച്ചാൽ അതും സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണെന്ന് ലാസർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ രണ്ട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ഒതുക്കാം. ഒന്നാമതായിട്ട്, മനുഷ്യൻ്റെ അന്ത്യങ്ങൾ 4 എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. നമ്മളെല്ലാവരും കടന്നു പോകേണ്ട ഒരു കാര്യമാണ് മരണം, വിധി, സ്വർഗം, നരകം. എൻ്റെ ഈ ജീവിതത്തിന് ശേഷം ഞാൻ അഭിമുഖീകരിക്കേണ്ട 4 യാഥാർത്ഥ്യങ്ങൾ. അത് തിരസ്കരിച്ചുകൊണ്ട്, അതിനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാവുക. രണ്ടാമതായിട്ട്, ഏറ്റവും സംതൃപ്തമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട്, ധനവാൻ സ്വന്തം കാര്യങ്ങളിൽ മാത്രം സന്തുഷ്ടനും സംതൃപ്തനുമായപ്പോൾ ലാസറിനെ നോക്കാൻ മറന്നുപോയി. ഈശോ പറയുന്നു, നിന്റെ അയൽക്കാരനെ നോക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. നിന്റെ സന്തോഷത്തിനേക്കാൾ അധികമായിട്ട് അവനെ സംതൃപ്തമാക്കാനായിട്ട് നിനക്ക് സാധിക്കണം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും.